പാലത്തായി പീഡന കേസ് ആരും ചിലപ്പോൾ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസത്തെ ഹിയറിംഗിനൊടുവിൽ പാലത്തായി UP സ്കൂൾ അധ്യാപകനായിട്ടുള്ള പത്മരാജന് 40 വർഷത്തെ തടവും പിഴയും വിധിച്ച കോടതി വിധി ശക്തമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയാണ്. മുൻ അന്വേഷണങ്ങളിൽ ഒന്നും തെളിവായി ലഭിക്കാത്ത സാഹചര്യത്തിൽ ACP TK രത്നകുമാർ നയിച്ച ഏറ്റവും പുതിയ അന്വേഷണമാണ് കേസിന് വഴിതെളിച്ചത്. 3 അന്വേഷണ സംഘങ്ങൾക്കും കേസ് തെളിയിക്കുവാൻ ഒന്നും കണ്ടെത്താനാകാത്തപ്പോൾ രാഷ്ട്രീയ ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്ന 4ാം അന്വേഷണത്തിലാണ് രക്തം കണ്ടെത്തി എന്ന തെളിവ് മുന്നോട്ട് വന്നതും കോടതി വിധിയിലേക്ക് വഴിമാറുന്നതും ഇപ്പോൾ അത് വിവാദമാകുന്നതും. IG ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ പീഡനത്തെക്കുറിച്ച് യാതൊരു തെളിവും കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം നയിച്ച രത്നകുമാർ. അദ്ദേഹം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ രത്നകുമാർ തെളിവായി രക്തസൂചന കണ്ടെത്തിയെന്ന വാദം ഉയരുന്നത്. വിവാദമായിട്ടുള്ള നവീൻ ബാബു കേസിൽ CPM-നെ സംരക്ഷിച്ചതായി വിമർശിക്കപ്പെട്ട വ്യക്തിയും ഇതേ ഓഫീസറാണെന്ന കാര്യവും പ്രതിപക്ഷം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് നിലവിൽ TK രത്നകുമാർ. മുമ്പ് വാദങ്ങൾ കേൾക്കുകയും കേസ് മുഴുവൻ അറിയുകയും ചെയ്ത ജഡ്ജിയെ മാറ്റി പുതിയ ജഡ്ജി ചുമതലയേറ്റതിന്റെ പിന്നാലെ ഒരു ദിവസത്തെ പഠനത്തിന് ശേഷം കുറ്റക്കാർ എന്ന് കണ്ടെത്തിയതും സംശയങ്ങൾക്ക് വഴിവെക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുൻകാലത്തെ സമാന സംഭവങ്ങളും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷാ ഹാളിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിട്ടുള്ള ആനന്ദ് വിശ്വനാഥിനെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്ന നിരീക്ഷണവും കോടതി വിധിയിൽ രേഖപ്പെടുത്തിയിരുന്നു. 2014 രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകൻ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നതും 11 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പുറത്തു വന്നത് എന്നുള്ളതും ഇപ്പോൾ ചർച്ചയാകപ്പെടുകയാണ്. നീലച്ചിത്രം കണ്ടതിനു ശേഷം സഹോദരിയോട് അപമര്യാദയായി പെരുമാറിയതിന് ശാസിച്ചതിനോട് പ്രതികാരമായാണ് മകൻ നൽകിയ ആ അമ്മ തന്നെ IS-ൽ ചേരാൻ നിർബന്ധിച്ചു എന്ന പരാതി ഉണ്ടല്ലോ. ആ പരാതി അടക്കം തള്ളിക്കളയുന്ന സാഹചര്യങ്ങൾ, പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ അന്വേഷണത്തിൽ കണ്ടെത്തിയതും നമ്മുടെ മുന്നിലുണ്ട്. അമ്മ ദിവസേന ലൈംഗിക പീഡനം നടത്തിയെന്നാരോപിച്ച അച്ഛന്റെ പ്രേരണയിൽ മകൻ നൽകിയ മറ്റൊരു കേസിലും തെളിവൊന്നുമില്ലെന്ന് കണ്ടെത്തി കോടതി അമ്മയെ കുറ്റവിമുക്തയാക്കി. വ്യാജവും പ്രതികാരപരവുമായിട്ടുള്ള പരാതികൾ വർദ്ധിക്കുന്നതിൽ നിയമവിദഗ്ധരും സാമൂഹിക നിരീക്ഷകരും ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് പാലത്തായി പീഡന കേസും വിവാദമാകുന്നത്. അപ്പോൾ ഇതേ സാഹചര്യത്തിലാണ് 2020 CAA അനുകൂല പോസ്റ്റ് പങ്കുവച്ച അധ്യാപകൻ പത്മരാജനെതിരെ 10 വയസ്സുകാരി നൽകിയ പീഡന പരാതി ഉയർന്നത് എന്നുള്ളത് ശ്രദ്ധേയമാകുന്നു. കേസ് ഉയർന്ന പ്രദേശം PFIയുടെ അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്വാധീനമുള്ള മേഖലയാണ് എന്നും ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ മത പശ്ചാത്തലമുണ്ടെന്നുള്ള വാദവുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പത്മരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളാണ് ആദ്യഘട്ട അന്വേഷണങ്ങളിൽ വ്യക്തമാക്കിയത്. കുട്ടി ചൂണ്ടിക്കാട്ടിയ തീയതികളിൽ അധ്യാപകൻ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല എന്നും ശുചിമുറിയുടെ ഘടനയും സമയം പരിധിയും പരിഗണിക്കുമ്പോൾ പീഡനം അസാധ്യമാണ് എന്നുമാണ് കണ്ടെത്തൽ. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസ് കഴമ്പില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് IG ശ്രീജിത്ത് നയിച്ച 3ാം അന്വേഷണവും അതേ കണ്ടെത്തലിലേക്കാണ് എത്തിയത് എങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 4ാം അന്വേഷണ സംഘത്തിൽ ACP രത്നകുമാർ കണ്ടെത്തിയെന്ന ഈ രക്തസാമ്പിളിനെ കുറിച്ചാണ് അത് കൃത്രിമമാണ് എന്നുള്ള സംശയം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. കാരണം IG ശ്രീജിത്ത് നയിച്ച 3ാമത്തെ അന്വേഷണം അടക്കം യഥാർത്ഥത്തിൽ ആ സമയത്ത് പാലത്തായിയിൽ ആ സ്കൂളിൽ നടന്ന കുട്ടിയോട് കാണിച്ചു എന്ന് പറയപ്പെടുന്ന അപമര്യാദയ്ക്ക്, ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ഒരിക്കലും കൃത്യമായിരുന്നില്ല. ശ്രീജിത്ത് എന്ന് പറയപ്പെടുന്ന IG-യും മറ്റൊരാളും തമ്മിൽ നടത്തുന്ന ടെലിഫോൺ സംഭാഷണം അടക്കം ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനകത്ത് പാലത്തായി പീഡന കേസിലെ അധ്യാപകനെതിരെ പോക്സോ കേസ് ചുമത്താൻ ന്യായവാദങ്ങളില്ല എന്നുള്ള തലത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടായിരുന്നു ശ്രീജിത്തിന്റെ സംഭാഷണത്തിൽ. അതിൽ പറഞ്ഞിരുന്നത് 10-15 അടക്കം ലൂപ്പ് ഹോൾസുകളുണ്ട് ഈ പറയുന്ന കുട്ടിയുടെ മൊഴികളിൽ നിന്ന്. പോലീസിന് നൽകിയ മൊഴികൾ മാത്രമല്ല, അത് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴികളിലടക്കം അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോക്സോ കേസിലെ പ്രതിയാക്കപ്പെടുന്നതിൽ നിന്ന് ഈ
പാലത്തായിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ആളെ മാറ്റി നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് തന്നെ പത്മരാജന്, ഈ പത്മൻ എന്ന് പറയപ്പെടുന്ന പത്മരാജന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ പറ്റുന്നത്. അതിന് ചോദ്യങ്ങൾ പലതുണ്ട്. അന്ന് കുട്ടിയുടെ മൊഴി പറഞ്ഞത് ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു, ജനുവരി 15, 26, 28 തീയതികളിൽ ഇദ്ദേഹം പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാദമാണ് പോലീസിനോട് നൽകിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന 15-നും 28-നും 15-ന് മുൻപ് എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് കുട്ടി പറഞ്ഞിരുന്നത്. ആ ദിവസങ്ങളിൽ ഒന്നും തന്നെ, അതിനു മുമ്പ് 3-ാം തീയതി മുതൽ അല്ലെങ്കിൽ 4-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഈ അധ്യാപകൻ ഈ സ്കൂളിൽ ഇല്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് IG ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലും ആ ടെലിഫോൺ സംഭാഷണത്തിലും പറയുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ കുട്ടിയെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് നീതി ലഭിക്കാതിരിക്കുവാനുള്ള സാധ്യതയോ അല്ല പറയുന്നത്. പക്ഷേ പത്മരാജൻ എന്ന് പറയപ്പെടുന്ന പപ്പനോട് പറയപ്പെടുന്ന ഈ മൊഴികൾ എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹവുമായിട്ട് കൂട്ടിയോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസും കുഴങ്ങിപ്പോയത്. ഇപ്പോൾ പക്ഷേ ഇവിടെ ACP രത്നകുമാർ കണ്ടെത്തിയ രക്തസാമ്പിളിനെ കുറിച്ച് അത് കൃത്രിമമാണെന്നുള്ള സംശയം നിലനിൽക്കുമ്പോഴും ഇപ്പോഴത്തെ വിധി വന്നപ്പോൾ അദ്ദേഹത്തെ മരണം വരെ ഇങ്ങനെ ഇരുട്ടറയിൽ അടയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പോക്സോ കേസിൽ വിധി ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇതെന്തുകൊണ്ട് മുമ്പുണ്ടായില്ല? IG, നമ്മുടെ ADGP ആയിരുന്ന ശ്രീജിത്ത് അടക്കമുള്ളവർ ഇത് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? അങ്ങനെ കണ്ടെത്താതിരിക്കുവാൻ പറ്റിയ കാരണങ്ങൾ അതിനകത്തുണ്ടോ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങളാണ് കുട്ടിയെ പീഡിപ്പിച്ചതായുള്ള ദിവസവും കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സമയവും ആ സമയത്തിന് വന്ന ഫോൺ കോളുകളും ഒപ്പം തന്നെ അതിനകത്ത് ശുചിമുറി എന്ന് പറയപ്പെടുന്ന ശുചിമുറിക്കകത്ത് ആ വാതിൽ കൊണ്ടിയിട്ട് പൂട്ടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ IG ശ്രീജിത്ത് പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന പോലെയാണെങ്കിൽ അതിനകത്ത് ആ 1 വർഷത്തിലധികമായി ആ കൊണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ ഈ പോക്സോ കേസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൊഴികളായിരുന്നില്ല അതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പോട്ടെ. അപ്പോൾ പോക്സോ ഈ പറയുന്ന പത്മരാജൻ എന്ന് പറയപ്പെടുന്ന ആളിനെ കുറിച്ച് ശ്രീജിത്ത് പറയുന്നതും പരമനാറിയാണ് എന്ന് തന്നെയാണ്. അവനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മൊഴിയിൽ എവിടെയെങ്കിലും ഒരു ഭാഗം ഇവനെതിരായിട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന ശ്രീജിത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ടെലിഫോൺ ഡിസ്കഷനിലൂടെ. പക്ഷേ ഒരിക്കലും അതിന് പറ്റാത്ത സാഹചര്യത്തിലാണ് 3 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഈ ജാമ്യം ലഭിച്ചത് എന്നുള്ളതാണ്. ആ ജാമ്യം ലഭിക്കുന്നു. ഇപ്പോൾ പക്ഷേ വീണ്ടും പത്മരാജന് ശിക്ഷ വിധിച്ചതോടുകൂടി ആ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പത്മരാജന് ശിക്ഷ വിധിച്ചതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. ഈ കുറുങ്ങാട്ടിൽ SDPI ലീഗ് പ്രവർത്തകർ ആഘോഷം നടത്തുന്നതിനിടെ BJP ഓഫീസിന് നേരെ ബോംബെറിഞ്ഞതായിട്ടും സമീപത്തെ കടയിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റതായിട്ടുമൊക്കെ പോലീസിന്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അധ്യാപകരെ ലക്ഷ്യമിട്ടുള്ള കെട്ടിച്ചമച്ച കേസുകൾ വർദ്ധിക്കുന്നതിൽ വലിയ ആശങ്ക ഉയർന്ന സാഹചര്യമാണ് ഇത് എന്ന് പറയുമ്പോൾ നിരപരാധിയായ ഒരു അധ്യാപകനെ പോക്സോ ചുമത്തി ജയിലിലടച്ചത് നീതിപീഠത്തെയും അന്വേഷണ സംവിധാനങ്ങളെയും ചോദ്യചിഹ്നങ്ങൾക്കിടയിൽ നിർത്തുകയാണ് എന്ന് അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് കൂടി പറയട്ടെ. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള മൊഴിയുടെ വൈരുദ്ധ്യങ്ങളാണ് ഇത്തരത്തിൽ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. പത്മരാജൻ എന്ന് പറയപ്പെടുന്നത് ഈ ശ്രീജിത്ത് എന്ന് പറയപ്പെടുന്ന IG പറയുന്നത് പോലെയാണെങ്കിൽ ഈ ക്ലാസുകൾ കുട്ടികൾക്ക് ക്ലാസുകൾ തന്നെ അദ്ദേഹം എടുക്കുന്ന ക്ലാസുകൾ എന്ന് പറയപ്പെടുന്നത് ഒരു വർഗീയവാദിയാണ് എന്നുള്ള തരത്തിലുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് വരുന്നത്. അത്തരത്തിലുള്ള ചിന്തകൾ ഉള്ള ഒരു വ്യക്തിയാണ് പത്മരാജൻ എന്ന് തന്നെയാണ് IG ശ്രീജിത്ത് അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ പത്മരാജനെ ആരും ന്യായീകരിക്കുന്നില്ല. അല്ലെങ്കിൽ പത്മരാജന് ഈ പറയുന്ന പോലെ 40 വർഷത്തെ ശിക്ഷ ലഭിച്ചതിൽ ആർക്കും ആശങ്കയോ അല്ലെങ്കിൽ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതോ നിയമവൃത്തങ്ങൾക്ക് ആർക്കും തന്നെയില്ല. പക്ഷേ അതൊരു കൂട്ടം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കുണ്ടായിരിക്കാം, BJPക്കാർക്കുണ്ടായിരിക്കാം, ചിലപ്പോൾ RSSകാർക്ക് തോന്നിയിരിക്കാം എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ആർക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് വിയോജിപ്പുകൾ തന്നെയാണ്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെയാണ് ഈ പറയുന്ന പത്മരാജൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പഠിപ്പിക്കുന്നത് എന്നാണ് IG ശ്രീജിത്ത് അടക്കം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വർഗീയ മുഖം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു അധ്യാപകനെ പോക്സോ കേസിൽ ചുമത്തി ജയിലിലടച്ചതിൽ കമ്മ്യൂണിസത്തിന്, അതായത് നമ്മുടെ CPMന്റെയും പിണറായി വിജയന്റെ പോലീസുകാരനായിട്ടുള്ള ACP ആയിട്ടുള്ള രത്നകുമാർ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ഇതിനെ സഹായിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ACP രത്നകുമാർ കണ്ടെത്തിയ രക്തസാമ്പിളാണ് ഇപ്പോൾ അത്
ഒരു സംശയമായി നിലനിൽക്കുന്നതും ആ രക്തസാമ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ 40 വർഷത്തേക്ക് പെട്ടെന്ന് പീഡനത്തിലേക്ക് അല്ലെങ്കിൽ പീഡനത്തിലേക്ക് എത്തിച്ചതാണ് 40 വർഷത്തെ തടവും പിഴയും വിധിക്കുന്ന തരത്തിലേക്ക് കോടതിയെ കൊണ്ട് എത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ടുള്ള ഹിയറിംഗിലാണ് പാലത്തായിലെ UP സ്കൂൾ അധ്യാപകൻ പത്മരാജനെ ഇപ്പോൾ 40 വർഷത്തെ തടവും ഒപ്പം തന്നെ പിഴയുമൊക്കെ വിധിച്ചിരിക്കുന്നത്. ഈ കോടതി വിധി ശക്തമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇടവരുത്തുമ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മരാജൻ ഈ ശിക്ഷ അനുഭവിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത്.